ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്താ അമ്മേ, നമ്മുടെ കുഞ്ഞല്ലേ. പെങ്കൊച്ചങ്ങാണാണെങ്കിൽ അവനോട് പറഞ്ഞ് ഞാൻ ഈ ബന്ധം ഇവിടെ ഉപേക്ഷിപ്പിക്കും. ആലോചിച്ചോ നീ? അത് ശരി, നിനക്ക് ഏത് നേരം കിടപ്പേ ഉള്ളോ? എഴുന്നേറ്റ് പോയാ പാത്രമൊക്കെ ഒന്ന് കഴുകുക. അമ്മ എനിക്ക് തീരെ വയ്യ അമ്മേ. ഞാനും ഇതൊക്കെ കഴിഞ്ഞാ വന്നത് കേട്ടോ. അവളോട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞ അന്നേരം തുടങ്ങിക്കോളൂ. തീറ്റയ്ക്കൊന്നും ഒരു കുറവും ഇല്ലല്ലോ. നിന്റെ വയറും നിന്റെ ലക്ഷണമൊക്കെ കണ്ടിട്ടേ പെങ്കൊച്ചാണെന്നാണല്ലോ തോന്നുന്നേ. ആണോ അമ്മേ? എന്റെ ആഗ്രഹം അത് തന്നെയാ. അവിടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ? ബാക്കിയുള്ളവരിവിടെ അമ്പലമൊക്കെ പ്രാർത്ഥനയാ, ദൈവമേ ഒരു ആൺകൊച്ചിനെ തരണേന്നും പറഞ്ഞോണ്ട്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്താ അമ്മേ, നമ്മുടെ കുഞ്ഞല്ലേ. നിനക്കങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എടി, നിന്നെ കെട്ടിച്ചു വിട്ടതിന്റെ ബാക്കി ശ്രീധനെ ഇതുവരെ തന്നിട്ടില്ല. നിന്റെ അച്ഛനോട് 5-ാം മാസം വയറ് കാണാൻ വയ്ക്കാൻ പറഞ്ഞപ്പോൾ അയാളെ കൊണ്ട് അതിന് പറ്റത്തില്ല. എടി, സ്വർണത്തിന്റെ വില പോകുന്നത് നിനക്കറിയാവോ? ഒരു പെങ്കൊച്ചായ എങ്ങനെ വളർത്തും? ഒരു കാര്യം ഞാൻ പറയാം, നീ പെങ്കൊച്ചങ്ങാണാണെങ്കിൽ അവനോട് പറഞ്ഞ് ഞാൻ ഈ ബന്ധം ഇവിടെ ഉപേക്ഷിപ്പിക്കും. ആലോചിച്ചോ നീ?